ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടോലൂപ്സ്. മോട്ടോലൂപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ടാറ്റയുടെ തലവര തന്നെ മാറ്റിയ ആദ്യത്തെ ഡിസൈൻ ചേഞ്ച് വന്ന മോഡലാണ് ടാറ്റ ഹെക്സ. ഹെക്സയുടെ ആദ്യത്തെ ജനറേഷൻ 2017 പുറത്തിറങ്ങിയെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതിയ ഡുവൽ ടോൺ നിറത്തിൽ വരുന്ന ഹെക്സയാണ് നമ്മുടെ കൂടെ ഉള്ളത്. 2019 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കിലോഗ്രാം ഭാരമുള്ള വിമാനത്തെ അനായാസം കെട്ടിവലിച്ചും കുഴിയിൽ വീണ ഇന്നോവ ക്രിസ്റ്റയെയും മഹീന്ദ്ര സ്കോർപിയോയെയും രക്ഷിച്ചും കനത്ത മഴയിൽ കടപുഴകി വീണ മരത്തിൻ്റെ അടിയിൽ നിന്നും രക്ഷപ്പെട്ടും ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയിട്ടും യാത്രക്കാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചുമൊക്കെ സുരക്ഷയുടെ കാര്യത്തിൽ ടാറ്റയുടെ യശസ് വാനോളം ഉയർത്തിയ പ്രീമിയം ക്രോസ് ഓവറാണ് ടാറ്റ ഹെക്സ. രണ്ടായിരത്തി 2016 ദില്ലി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ഹെക്സയെ 2017 ജനുവരിയിലാണ് ടാറ്റ വിപണിയിലെത്തിക്കുന്നത്. 2019 മാർച്ചിലാണ് ഹെക്സയുടെ പരിഷ്കരിച്ച പതിപ്പിനെ ടാറ്റ അവതരിപ്പിക്കുന്നത്. നിലവിൽ എക്സം മോഡലിലാണ് ടാറ്റ ഹെക്സ തുടങ്ങുന്നത്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഹെക്സയുടെ ഹൃദയം. വെരിക്കോർ 320, വെരിക്കോർ 400 എന്നിങ്ങനെ 2 ട്യൂണിംഗ് നിലകളിൽ ഈ എഞ്ചിനുകൾ ലഭിക്കുന്നുണ്ട്. 150 bhp കരുത്തും 320 Nm ടോർക്കും വെരിക്കോർ 320 എഞ്ചിൻ പരമാവധി സൃഷ്ടിക്കുമ്പോൾ വെരിക്കോർ 400 എഞ്ചിൻ 156 bhp കരുത്തും 400 Nm ടോർക്കും സൃഷ്ടിക്കും. ഇരട്ട വർണ്ണമുള്ള റൂഫും വ്യത്യസ്ത നിറത്തിലുള്ള അലോയ് വീലുകളുമൊക്കെ ചേർന്ന് ഇമ്പാക്ട് ഡിസൈൻ ശൈലിയിലാണ് മാർച്ചിൽ പുതിയ വാഹനത്തെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. പരിഷ്കരിച്ച ഹെക്സയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഓൾ വീൽ ഡ്രൈവ് ലേഔട്ട് വകഭേദങ്ങളിൽ ഡയമണ്ട് കട്ട് അലോയ് വീലും ടാറ്റ മോട്ടോഴ്സ് ലഭ്യമാക്കുന്നു. മാനുവൽ ട്രാൻസ്മിഷൻ പതിപ്പുകളിലാകട്ടെ ചാർക്കോൾ ഗ്രേ നിറത്തിലുള്ള അലോയ് വീലുകളാണ് നൽകുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ടാറ്റ ഹെക്സയുടെ ഇൻറ്റീരിയറിലാണ്. ഒരു പ്രീമിയം കാറിൽ അല്ലെങ്കിൽ ബെൻസ്, BMW പോലുള്ള ഒരു പ്രീമിയം കാറിൽ കയറിയിരിക്കുന്ന അത്രയും ഫിറ്റും ഫിനിഷും നമുക്കിതിൽ കാണാൻ കഴിയും. ക്രോം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള AC വെൻറ്റുകളാണ്. അതേപോലെ തന്നെ ക്രോമിൻ്റെ ഒരു ബോർഡർ നൽകിയിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ, അതിനിടയിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്. ബ്ലാക്ക് തീമിലാണ് ഹെക്സയുടെ അകത്തളം ഒരുക്കിയിരിക്കുന്നത്. പ്രീമിയം കാറുകളോട് കിടപിടിക്കുന്ന രീതിയിൽ അത്രയും ഫിറ്റും ഫിനിഷുമാണ് അകത്തളത്തിൽ. TFT സ്ക്രീനോട് കൂടിയ മീറ്റർ കൺസോളാണ്. വാഹനത്തിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ചെറിയ സ്ക്രീനിൽ അറിയാൻ സാധിക്കും. ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഹെക്സയിലുള്ളത്. അതോടൊപ്പം JBLൻ്റെ 9 സ്പീക്കറുകളും ഒരു സബ് വൂഫറും അടങ്ങുന്ന അതിമനോഹരമായ മ്യൂസിക് സിസ്റ്റം ക്ലാസ് ലീഡിംഗ് ആണ്. അത്രയും നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് വാഹനം നമുക്ക് നൽകുന്നത്. ഡ്രൈവർ സൈഡ് ഡോർ ഹാൻഡിൽ വിൻഡോ സ്വിച്ചുകളും ലോക്ക് അൺലോക്ക് സ്വിച്ചുകളും ഇലക്ട്രിക് മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് കാണാം. ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിന് ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ TFT സ്ക്രീനിലെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ടോഗിൾ സ്വിച്ചും, അതുപോലെ തന്നെ വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളതും ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചുകളും അതുപോലെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും ഒരു ടോഗിൾ സ്വിച്ചും അവിടെ കാണാം. നല്ല ഫിറ്റും ഫിനിഷും ഉള്ള നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ മൊത്തം ഒരു സൈഡിലേക്ക്, ഡാഷ്ബോർഡിൻ്റെ സൈഡിലേക്കായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു മോഡൽ നമ്മൾ ഫോർഡ് ഫിഗോയുടെ പഴയ മോഡലിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ അതിനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്വിച്ചുകളും ഉള്ളത്.
അതോടൊപ്പം തന്നെ ഇതിനൊരു കർട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് അല്ല, മാനുവലി പൊക്കി ഉയർത്തി വയ്ക്കാവുന്ന ഒരു ബ്ലൈൻഡ് കർട്ടൻസും ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടാം നിര സീറ്റുകാർക്കുള്ള യാത്രാസുഖം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാം. ഹെക്സയുടെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് നമുക്ക് 12 വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു USB ചാർജിങ് പോർട്ടുണ്ട്, ഗിയർ ലിവർ, പിന്നെ ഇക്കോ മോഡ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഹെക്സയുടെ മൂന്നാം നിര സീറ്റിലാണുള്ളത്. മൂന്നാം നിര സീറ്റിലെ യാത്രക്കാർക്കായിട്ട് C-പില്ലറിൽ ഒരു AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് സോക്കറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ മൂന്നാം നിര സീറ്റിലേക്ക് കയറാൻ കുറച്ച് ഞാനൊന്ന് ബുദ്ധിമുട്ടി. കുറച്ച് വലിപ്പമുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെ കുറച്ച് തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ സീറ്റ് എടുത്ത് മടക്കുന്ന രീതി കുറച്ച് ഹെവി ആണെന്ന് തോന്നി. പക്ഷേ ഇറങ്ങാൻ കുറച്ച് എളുപ്പമാണെന്നും പറയാം. ഇറങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിവറല്ല ഒരു ടൈ തന്നിട്ടുണ്ട്. ആ ടൈ പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് പെട്ടെന്ന് തന്നെ ഉയർത്താൻ പറ്റും. ഫുള്ളി ഫോൾഡ് ആവില്ല, ഹാഫ് ഫോൾഡാണ് സീറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പുറകോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാം. പക്ഷേ ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ലെഗ് റൂം പുറകിലും ഹെക്സ നൽകുന്നുണ്ട്. പുറകിനേക്കാളും മിഡ് റോയിലാണ്, സെക്കൻഡ് റോയിലാണ് ഹെക്സയുടെ യാത്രാ ക്വാളിറ്റി അല്ലെങ്കിൽ യാത്രാ സുഖം എന്ന് നമുക്ക് പറയാവുന്നത്. ഒരുപക്ഷെ ഇന്നോവ ക്രിസ്റ്റയോട് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ നമുക്ക് ഹെക്സയെ വിളിക്കാം. കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ട്, അതാണ് ഉറപ്പ്. 6 സ്പീഡ് മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും ഹെക്സയിലുണ്ട്. അതേസമയം 4x4 ഓൾ വീൽ ഡ്രൈവ് സംവിധാനം മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വെരിക്കോർ 400 പതിപ്പിൽ മാത്രമേയുള്ളൂ. ABS, EBD, എഞ്ചിൻ ഇമ്മൊബിലൈസർ, സെൻട്രൽ ലോക്കിംഗ്, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, പവർ ഡോർ ലോക്ക്, ഹെഡ്ലാമ്പ് ബീം അഡ്ജസ്റ്റർ, സൈഡ് എയർ ബാഗുകൾ, ബ്രേക്ക് അസിസ്റ്റ്, ഹിൽ അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാൻസിഷൻ കൺട്രോൾ എന്നിങ്ങനെ ഹെക്സയുടെ പ്രത്യേകതകൾ നീളുന്നു. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി സഹിതമുള്ള ഹർമൻ നിർമ്മിത 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് പുതിയ ടാറ്റ ഹെക്സയിൽ നിലകൊള്ളുന്നത്. ഹെക്സയുടെ എല്ലാ വകഭേദങ്ങളിലും ഇതേ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണുള്ളത്. $13 ലക്ഷം മുതലാണ് ടാറ്റ ഹെക്സയുടെ ദില്ലി എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക.